12 വാക്യത്തിൽ നാം വായിക്കുന്നു, സുവിശേഷം അനുസരിക്കാത്തവർ കർത്താവിന്റെ സന്നിധാനവും അവന്റെ വല്ലഭത്തോടു കൂടിയ മഹത്വവും വിട്ടകന്ന് നിത്യനാശമെന്ന ശിക്ഷാവിധി അനുഭവിക്കും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് നീതിയുള്ള ന്യായാധിപതിയാണ്. യോഹന്നാന്റെ സുവിശേഷം 5-22 വാക്യത്തിൽ, എല്ലാവരും പിതാവിനെ ബഹുമാനിച്ചതുപോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ എല്ലാ ന്യായവിധി പുത്രന് നൽകിയിരിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 17-31 വാക്യം, താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയോടെ ന്യായം വിധിക്കേണ്ടതിന് അവൻ ഒരു ദിവസം നിശ്ചയിച്ചിരിക്കുന്നു. വെളിപ്പാട് പുസ്തകം 20-11 വാക്യത്തിൽ, അതാ അവിടെ ഒരു വലിയ വെള്ള സിംഹാസനം കണ്ടു, അതിൽ ഒരുത്തൻ ഇരിക്കുന്നതായും കണ്ടു. മരിച്ചവർ ആഭാലവൃദ്ധം ആ വെള്ള സിംഹാസനത്തിന്റെ മുൻപാകെ വന്ന് നിൽക്കുന്നു. ഇത് അവിശ്വാസികൾക്കുള്ള ന്യായവിധിയാണ്. ദൈവത്തെ അറിയാത്തവർക്കുള്ള ന്യായവിധിയാണ്. ഇത് സുവിശേഷം അനുസരിക്കാത്തവർക്കുള്ള ന്യായവിധിയാണ്. അവർ ആഭാലവൃദ്ധം ഉയർത്തെഴുന്നേറ്റ് ഈ സിംഹാസനത്തിന്റെ മുൻപാകെ അവരുടെ മുഴങ്കാൽ മുടക്കി അവർ ദൈവത്തോട് ഇങ്ങനെ പറയും, കർത്താവേ, അവിടുന്ന് മാത്രം ദൈവം. ഈ ലോകത്തിൽ ദൈവത്തെ അംഗീകരിക്കുവാൻ അവസരമുണ്ടായിട്ടും അതിന് മനസ്സില്ലാതെ, സുവിശേഷം കേട്ടിട്ടും അത് അംഗീകരിക്കുവാൻ മനസ്സില്ലാതെ, സുവിശേഷ സത്യം അറിഞ്ഞിട്ടും അതിനെ തിരസ്കരിച്ചുകൊണ്ട് മുൻപോട്ട് പോയവർ അവിടെ അവരുടെ മുഴങ്കാൽ മുടക്കി പറയും, കർത്താവേ, നീ മാത്രം ദൈവം. എന്നാൽ അവർക്ക് മറ്റൊന്നും ലഭിക്കുകയില്ല. ദൈവത്തിന്റെ സന്നിധാനം വിട്ടകന്ന് നിത്യനാശമെന്ന ശിക്ഷാവിധി അനുഭവിക്കും. അവർ നിത്യനാശമെന്ന ശിക്ഷാവിധി അവർ അനുഭവിക്കും. ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുകയാണ്.